അതെ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറില്ലേ, ഒരുപാട് നാളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ നടക്കില്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ അത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നടത്തിയെടുക്കാന്ന്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഒരു ഹോം സ്റ്റേയിൽ 1 ഡേ പ്ലാൻ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 5-6 ബെഡ്റൂമുള്ള വലിയൊരു വീടാണിത്. അപ്പോൾ ഞങ്ങൾ നൈറ്റ് 9 മണിക്കാണ് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് റൂംസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കുന്നത് കേട്ടോ. പിള്ളേഴ്സൊക്കെ ഉള്ളത് കാരണം കൊണ്ടും റൂമും മൊത്തം അലമ്പാക്കിയിടും. അപ്പോൾ വൃത്തി നീറ്റായിട്ട് കിടക്കുന്ന സമയത്ത് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ഫാമിലി അൽഫാമൊക്കെ മാഗ്നേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മസാലയൊക്കെ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അൽഫാം കൂടെ പ്രിപ്പയർ ചെയ്യാനും, പിന്നെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീഫിൻ്റെ കറിയും അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടും വാങ്ങിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ പിള്ളേർക്ക് ആദ്യം ചോറ് കൊടുക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ആദ്യം തന്നെ അൽഫാം വെന്തപ്പോൾ വെന്തോന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടെന്നൊക്കെ റിസൾട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ചപ്പാത്തി ഇതവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിള്ളേർക്ക് ഫുഡ് കൊടുത്തു. അവർക്കാണല്ലോ ആദ്യം വിശപ്പുണ്ടാവുക, അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തു. അതിൻ്റെ പിന്നാലെ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ നമ്മുടെ ഹസ്ബൻഡ്സിനൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അവർ വേറെ സ്ഥലത്താണ് ഫുഡ് കഴിച്ചത്, ഞങ്ങൾ വേറെ സ്ഥലത്താണ് ഇരുന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റേക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോലിയുടെ സ്ട്രെസ്സും അതുപോലെ തന്നെ ബാക്കി എല്ലാ പ്രോബ്ലംസൊക്കെ മറന്ന് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാം, നല്ല റിലാക്സ് ചെയ്ത് കാം ആൻഡ് കൂളായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ DJയുടെ പാട്ടൊക്കെ വെച്ചു, നല്ല അടിപൊളി തകർപ്പൻ ഡാൻസൊക്കെ കളിച്ചു. പിള്ളേരുടെ വകയും അതുപോലെ തന്നെ വലിയവരുടെ വകയും വിവിധ തരം കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടത്. അപ്പോൾ അതും കാണാനുള്ളൊരു യോഗം ഈ ഒരു ഹോം സ്റ്റേയിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. രാത്രി 1 മണി വരെയൊക്കെ ഞാൻ അവരുടെ കൂടെ ചിലവഴിച്ചു. അതിനുശേഷം ഉറക്കം വന്നപ്പോൾ നേരെ പോയി അങ്ങോട്ട് പടായി. പിന്നെ അതിനുശേഷം നേരം വെളുത്ത് എണീച്ച് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇതൊരു വീട് പോലെയാണ്. ഇതിൻ്റെ ഓരോ റൂമുകൾക്കും പ്രത്യേകതയുണ്ട്. അതിൻ്റെ പേരുകൾ തന്നെയാണ് വളരെയധികം വ്യത്യസ്തമാക്കുന്നത്. തുമ്പ, അതുപോലെ തന്നെ അരളി, മുക്കുറ്റി, അങ്ങനെയൊക്കെയാണ് ഈ ഓരോ റൂമുകളുടെയും പേര് വരുന്നത് കേട്ടോ. അത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, അതുപോലെ തന്നെ മുട്ട, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റിസോർട്ട് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയതാണ് മോർണിംഗിലുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ. അപ്പോൾ ചായയും കൂടി കുടിച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുകയാണ്. നൈറ്റ് വന്നപ്പോൾ ഈ ഒരു ഊഞ്ഞാലിൻ്റെ ഭംഗി അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മോർണിംഗിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. എത്ര പേർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇരുന്ന് ആടാനായിട്ട് പറ്റും. അപ്പോൾ ചേട്ടന്മാരും അതുപോലെ തന്നെ അനിയന്മാരൊക്കെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു. ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂൾ ഉണ്ടായിരിക്കണം. അതായത് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് കുളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവണം. അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ നേരെ നമ്മൾ ഇവരുടെ പ്രൈവറ്റ് പൂളിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ റംബൂട്ടാൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റംബൂട്ടാനൊക്കെ പഴുത്ത് വരുന്നേ ഉള്ളൂ. പഴുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അതും ഒരു റംബൂട്ടാൻ പോലും ഞങ്ങൾ ബാക്കി വെക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അത് പഴുക്കാതെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോണ വഴിക്ക് വേറെയും ഒരുപാട് ചെടികളും പഴങ്ങളൊക്കെ കണ്ടുകിട്ടും. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫ്രൂട്ടാണോ എന്നറിയില്ല, ഒരു കായാണ് ഇത്. അതിൻ്റെ പുറന്തോടൊക്കെ ഭയങ്കര കട്ടിയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് റിസ്ക് എടുത്തില്ല. അതിനുശേഷം നമ്മൾ ഇവരുടെ പ്രൈവറ്റ് പൂളിലേക്ക് പോയി. പൂളിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. മലനിരകളും അതുപോലെ തന്നെ വലിയൊരു പുഴയും ഒക്കെ ഒഴുകുന്നുണ്ട്. അന്നത്തെ ദിവസം അത്യാവശ്യം നല്ലൊരു മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള റിസ്ക് എടുത്തില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നു അവിടെ പോയിട്ട് ആ ഒരു പുഴയിൽ പോയിട്ട് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ നമ്മുടെ ടീമിൽ കൂടുതലും കുട്ടികളാണ്, ചിഗ്ഡായിട്ടുള്ള കുട്ടികളാണുള്ളത്. അപ്പോൾ അവരൊന്നും പറഞ്ഞത് കേൾക്കില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും സേഫ്റ്റി ആയിട്ട് കുളിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു പൂളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുഴയിലേക്ക് പോയി കുളിക്കുക എന്നുള്ള കാര്യം അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മളിതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ടൊന്നും അത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അടുത്ത് നമ്മുടെ മാമൻ്റെ അമ്മായിയുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അന്നാണ് ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഇതുപോലെ ഒരു ഡിസിഷൻ എടുത്തത്. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. നമ്മൾ ഇവിടെ എത്തിപ്പെട്ടു. അപ്പോൾ ഈ ഒരു സ്റ്റേയുടെ പേരാണ് ദ ചെടി എന്ന് പറയുന്നത്. ഈ പേരിനോട് വളരെയധികം യാദൃശികം സാമ്യമുള്ളൊരു സ്ഥലമാണിത്. കാരണം ഇവിടെ ചുറ്റും ഒരുപാട് വൃക്ഷങ്ങളും മരങ്ങളും അതുപോലെ തന്നെ പഴങ്ങളുടെ ചെടികളൊക്കെയാണ്. റംബൂട്ടാൻ, നാരങ്ങ,
അതുപോലെ തന്നെ മാങ്കോസ്റ്റീൻ, അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ഇവിടെ. പിന്നെ ജാതിക്കായുടെ വലിയൊരു തോട്ടം തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ ഒരുപാട് ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ ചെറിയ അരുവി ഒഴുകുന്ന സൗണ്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേൾക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മാങ്കോസ്റ്റീൻ കഴിക്കുന്നത് കേട്ടോ. കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ബേക്കറികളിലൊക്കെ പോയിട്ട്, പക്ഷെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടൻ പഴുത്ത് നോക്കിയിട്ട് നമുക്ക് പൊട്ടിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ ഇതിൻ്റെ ഒരുപാട് ഫാമുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാങ്കോസ്റ്റീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള മഴ പെയ്യാനായിട്ട് തുടങ്ങി. മഴ പെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണി ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളി പുലാവും ചിക്കൻ കറിയും അതുപോലെ തന്നെ സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിച്ചു. ഈ ഒരു ട്രിപ്പിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ നമുക്കത് ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസിൻസൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ കൂടിക്കാണലും ഒത്തുചേരലും ഒക്കെ ഉണ്ടാവുക. അതും വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാനും കളിക്കാനും ഒക്കെ പറ്റിയത്. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫോണിൽ വാട്സാപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കാറുള്ളതും അതുപോലെ തന്നെ വീഡിയോ കോളൊക്കെ ചെയ്യാറുള്ളവരാണ്. പക്ഷേ അതിലുപരി കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ നമ്മുടെ കസിൻ്റെ മോളുടെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. അതും നമ്മൾ അവിടെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു രീതിയിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും നല്ല രീതിയിലൊക്കെ എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും റെഡി ആയിട്ട് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാണ് ചെയ്തത്. ഏകദേശം 2 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തത്. പോകുന്ന വഴിക്കാണ് തുമ്പൂർ മൊഴി ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി ജസ്റ്റ് കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിൽ നമ്മളെല്ലാവരും അവിടെ നിന്ന് യാത്ര പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കസിൻസൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളും പ്ലാൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കസിൻസൊക്കെ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിഡിലൻ വൈബായിരിക്കും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.